ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഡ് അപ്പാരന്റ് ആണ്. ഇതിൻ്റെ മീനിങ് എന്താണ്, അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. അപ്പാരന്റിന് രണ്ട് മീനിങ്ങുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ മീനിങ് ഇതാണ്, ക്ലിയർലി വിസിബിൾ. നിങ്ങൾ ഡിക്ഷണറി നോക്കുകയാണെങ്കിൽ ക്ലിയർലി വിസിബിൾ കൂടാതെ പ്ലെയിൻ, ഒബ്വിയസ്, എവിഡൻറ്റ്, അണ്ടർസ്റ്റുഡ് എന്നൊക്കെ എഴുതിയിട്ട് കാണാം. ഇതിൻ്റെയൊക്കെ മീനിങ് ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഈസിയായി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് ഒന്ന് മാത്രം എടുത്തു, ക്ലിയർലി വിസിബിൾ. ക്ലിയർലി വിസിബിൾ എന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് എന്നാണ് അർത്ഥം. ഇനി അപ്പാരന്റ് വെച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ് നോക്കാം. It was immediately apparent that he was lying. അത് വളരെ പെട്ടെന്ന് തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതായിരുന്നു. It was immediately apparent that അവൻ കള്ളം പറയുകയായിരുന്നു എന്നത്. He was lying. മറ്റൊരു എക്സാമ്പിൾ, The apparent cause of death was drowning. മുങ്ങിത്താഴ്ന്നതായിരുന്നു മരണകാരണമെന്നത് ക്ലിയർലി വിസിബിൾ ആയിരുന്നു. വ്യക്തമായി കാണാൻ പറ്റുന്ന കാരണം അതാണെന്നാണ് ഉദ്ദേശിച്ചത്. അടുത്ത എക്സാമ്പിൾ, ഹർ ഹാപ്പിനെസ് വാസ് അപ്പാരന്റ് ടു എവ്രിവൺ. അവളുടെ സന്തോഷം എല്ലാവർക്കും വ്യക്തമായി കാണാൻ പറ്റുമായിരുന്നു. അപ്പാരന്റിന്റെ രണ്ടാമത്തെ മീനിങ് ഇതാണ്, റിയൽ ആയിട്ട് കാണപ്പെടും, പക്ഷേ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. ഇത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ എഫ്ലുവൻസ് ഈസ് മോർ അപ്പാരന്റ് ദാൻ റിയൽ. അവരുടെ സമ്പത്ത്, അതായത് എഫ്ലുവൻസ്, റിയൽ ആയിട്ട് കാണപ്പെടുമെങ്കിലും അങ്ങനെ ആവണമെന്നില്ല. കാണുന്നത് പോലെ അവർ പണക്കാരല്ല എന്ന മീനിങ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ, ദ അപ്പാരന്റ് മോഷൻ ഓഫ് ദ സൺ. സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്ക് മൂവ് ചെയ്യുന്നത് പോലെ നമുക്ക് കാണപ്പെടുന്നുണ്ടെങ്കിലും ശരിക്കും അങ്ങനെയാണോ? ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ട് നമുക്കങ്ങനെ കാണുന്നതാണ്. അതുകൊണ്ട് നമ്മളിവിടെ അപ്പാരന്റ് മോഷൻ എന്നാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലുള്ള വേർഡ്സിൻ്റെ ഒരു കളക്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴായാലും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴായാലും നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.